ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് റേഹു. നിന്നെ പോലെ ഒരു പെണ്ണിനെ അല്ലായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. എന്റെ ജീവിതം നശിച്ചു. ഇറങ്ങി പോകാമോ ഇവിടുന്ന്? അവൾ കൈകൾ നെഞ്ചിൽ ചേർത്ത് പിടിച്ചു. വീണ്ടും അവന്റെ കൈകൾ ദേഹത്ത് വീഴുന്നത് തടയാനെന്നോണം ഒരു മേശയുടെ പിന്നിൽ ഒളിച്ചു. നീ വിചാരിക്കും സ്ത്രീപീഡനം എന്ന് കേസ് കൊടുത്താൽ എന്നെ പോലീസ് കൊണ്ടുപോയി അങ്ങ് തൂക്കിക്കൊല്ലുമെന്ന്. എടി, ഇവിടെ ആത്മഹത്യ ചെയ്ത പെണ്ണുങ്ങളുടെ ഭർത്താക്കന്മാര് ജാമ്യം കിട്ടി പുറത്തിറങ്ങി രണ്ടാമത്തെ കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കുന്നു. ഞാനും നിന്നെ ഒഴിവാക്കിയാൽ വീണ്ടും കെട്ടും. അവളെ മടുത്താൽ അടുത്തവൾ. പെണ്ണിനാണോ പഞ്ഞം? അയാൾ സിഗരറ്റ് അവളുടെ ദേഹത്ത് കുത്തിക്കെടുത്തി. ഒരു നിലവിളി ഉയർന്നത് ഒരു ചവിട്ടിൽ അമർത്തി കരച്ചിലായി മാറി. എനിക്ക് മടുത്തു നിന്നെ. വീട്ടിലോട്ട് തന്നെ പോയിക്കോ. വീടില്ലല്ലോ. അയാൾ പൊട്ടിച്ചിരിച്ചു. അല്ലെങ്കിൽ തന്നെ നിനക്ക് ആരുണ്ട്? നീ പോയി ചാക്. കേസ് ഞാൻ നോക്കിക്കോളാം. ദേഹത്ത് മുഴുവൻ പൊള്ളിയതിന്റെ വേദന, മർദ്ദനങ്ങളുടെ വേദന അസഹ്യമായപ്പോൾ, ഇനി ഒരു കണിക പോലും വേദനിക്കാൻ വയ്യെന്ന് തോന്നിയപ്പോൾ അവൾ അവിടെ നിന്നിറങ്ങി. രാത്രി. മഴ പെയ്യുന്നു. എങ്ങോട്ട് പോകണം? ഒരു അനിയത്തി ഉണ്ടായിരുന്നത് കല്യാണം കഴിഞ്ഞ് ഗൾഫിൽ ജീവിക്കുന്നു. അച്ഛന്റെയും അമ്മയുടെയും മരണശേഷം വീട് വിറ്റ് ആ പൈസ കൂടി ഭർത്താവ് എടുത്തു. 3 വർഷത്തെ നിരന്തര പീഡനങ്ങളുടെ ഒടുവിൽ പോലീസിൽ പരാതിപ്പെടാൻ പോയതാണ്. SI അയാളുടെ സുഹൃത്ത്. തന്റെ നിർഭാഗ്യം. ആരുമില്ലാത്തവർക്ക് ദൈവമുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. തനിക്ക് അതുമില്ല. റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കി അവൾ നടന്നു തുടങ്ങി. അടുത്ത ട്രെയിനിന് മുന്നിൽ തീരണമെല്ലാം. പെട്ടെന്ന് മുന്നിലേക്ക് ഒരു ബൈക്ക് നിയന്ത്രണം വിട്ടു വന്നത് കണ്ടവൾ ഓടി മാറി. നിലത്ത് വീണ ബൈക്കിൽ നിന്ന് തെറിച്ചു വീണ മനുഷ്യൻ റോഡിൽ കിടന്ന് പിടഞ്ഞു തുടങ്ങി. അവൾ പേടിച്ചൊരു മരത്തിന്റെ മറവിൽ കണ്ണുകൾ അടച്ചു നിന്നു. ആരൊക്കെയോ കടന്നു പോകുന്നു. പലരും മൊബൈലിൽ ഫോട്ടോ എടുക്കുന്നു. ആരെങ്കിലും അയാളെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിൽ. അയാളുടെ പെടച്ചിൽ നിന്നു. മരിച്ചു കാണുമോ? അവൾ മെല്ലെ അടുത്തു ചെന്നു. അയാൾ പെട്ടെന്ന് കണ്ണു തുറന്നു. ഹെൽപ്പ് മീ. ഒരു ഞരക്കം. കോളേജിൽ പഠിക്കുമ്പോൾ അച്ഛന്റെ ബുള്ളറ്റ് ഓടിക്കുമായിരുന്നത് അവൾ ഓർത്തു. അയാളുടെ ബൈക്ക് നിവർത്തി വെച്ച് സ്റ്റാർട്ടാക്കാൻ ശ്രമിച്ചു നോക്കി. വണ്ടി സ്റ്റാർട്ടായി. ഒരു വിധത്തിൽ അയാളെ വണ്ടിയുടെ പുറകിൽ വെച്ചു. ചുരിദാറിന്റെ ഷോൾ കൊണ്ട് തന്റെ ശരീരത്തേക്ക് ചേർത്ത് കെട്ടി ആശുപത്രിയിലേക്ക് ഓടിച്ചുപോയി. അതൊരു പ്രൈവറ്റ് ആശുപത്രിയായിരുന്നു. ഇവിടെ എടുക്കാൻ പറ്റില്ല. ആക്സിഡന്റ് ആണെന്ന് എന്താ ഉറപ്പ്? വല്ല ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോ. അവൾ സിസ്റ്ററിന്റെ നേരെ കൈകൂപ്പി. ഇപ്പൊ തന്നെ ഒരുപാട് ചോര പോയിട്ടുണ്ട് സിസ്റ്റർ. പ്ലീസ് അയാളെ അഡ്മിറ്റ് ചെയ്യൂ. ഗവൺമെന്റ് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നവരെ അയാൾ ജീവിച്ചിരിക്കില്ല. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിയമം നിയമം തന്നെ. അവളുടെ കണ്ണിൽ ഒരു തീ കത്തി. ആൾക്കാർക്ക് ഉപകാരമില്ലാത്ത കുറെ നിയമങ്ങൾ. നിയമം നിയമം നിയമം. ഒരു മനുഷ്യനെ ഉപകാരപ്പെടുത്തില്ലെങ്കിൽ എന്തിനീ നിയമം? നിങ്ങളുടെ മകനായിരുന്നു ഈ സ്ഥാനത്തെങ്കിൽ ഈ നിയമം പറയുമോ? നിങ്ങൾ ദൈവത്തിന്റെ മാലാഖമാരല്ലേ? ദയവ് ചെയ്ത് അയാളെ അറ്റൻഡ് ചെയ്യ്. ഫസ്റ്റ് എയ്ഡ് എങ്കിലും കൊടുക്ക്. എന്നിട്ട് ഗവൺമെന്റ് ആശുപത്രിയിൽ കൊണ്ടുപോയിക്കോളാം. ഒരു ഭ്രാന്തിയെ പോലെ അവൾ അലറി. പിന്നെ എളുപ്പമായിരുന്നു എല്ലാം. അയാളെ അഡ്മിറ്റ് ചെയ്തു. ഫസ്റ്റ് എയ്ഡ് കൊടുത്തു. ധാരാളം രക്തം പോയിട്ടുണ്ട്. ഇവിടെ സ്റ്റോക്ക് ഇല്ല. എന്താ ഗ്രൂപ്പ്? റെയർ ഗ്രൂപ്പ് AB നെഗറ്റീവ്. അവൾ വികലമായി ഒന്ന് ചിരിച്ചു. അയാൾക്ക് ഭാഗ്യമുണ്ട്. എന്റെ ഗ്രൂപ്പ് അതാ. എത്ര വേണേൽ എടുത്തോ. ചാകും മുന്നേ അതെങ്കിലും നടക്കട്ടെ. ഇക്കുറി ആ നേഴ്സ് അവളെ സഹതാപത്തോടെ നോക്കി. അവളുടെ മുഖത്ത് കാണുന്ന കരിനീൽച്ച പാടുകളിലേക്ക്, കഴുത്തിലെ തീ പൊള്ളലിലേക്ക്, സർവോപരി ശൂന്യമായ കണ്ണുകളിലേക്ക്. അയാൾ രക്ഷപ്പെടുമെങ്കിൽ എന്റെ അവസാന തുള്ളിയും എടുത്തോ. അവൾ നിറ കണ്ണുകളോടെ പറഞ്ഞു. മോളുടെ പേരെന്താ? രക്തം കൊടുത്തു കിടക്കുമ്പോൾ നേഴ്സ് ചോദിച്ചു. ലക്ഷ്മി. മോളുടെ ആരാ ഇയാൾ? ആരുമല്ല, വഴിയിൽ കിടന്ന് കിട്ടിയതാ. അവൾ തെല്ലുറക്കെ ചിരിച്ചു. ഭ്രാന്ത് പിടിച്ച ഒരാളുടെ മുഖഭാവങ്ങൾ. നേഴ്സ് ആ ശിരസിൽ തലോടി രക്തം കൊടുത്തു കഴിഞ്ഞ് അവൾ എഴുന്നേറ്റു. ഒരു നിമിഷം നിന്നു. ഞാൻ അന്നേരത്തെ വിഷമം കൊണ്ട് ഒരാൾ മരിച്ചു പോകുമല്ലോ എന്ന് ഓർത്ത് ആദ്യ പിടിച്ചപ്പോ ദേഷ്യപ്പെട്ടു പോയതാ. ക്ഷമിക്ക്. പോട്ടെ. നേഴ്സ് പെട്ടെന്ന് അവളുടെ കൈ പിടിച്ചു നിർത്തി. ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് റെസ്റ്റ് വേണം. ഇരിക്ക്. അവർ കൊടുത്ത ചൂട് കാപ്പി ഊതി കുടിക്കുമ്പോഴാണ് 2 ദിവസമായി വയറ്റിലൊന്നും ചെന്നില്ലല്ലോ എന്ന് ഓർത്തത്. വിശക്കുന്നു സിസ്റ്ററെ. എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ മേടിച്ചു തരുമോ? സിസ്റ്റർ നിറ കണ്ണുകൾ തുടച്ചു. പിന്നെ സെക്യൂരിറ്റിയെ വിട്ട് ദോശ വാങ്ങിപ്പിച്ചു. അവൾ ആർത്തിയോടെ അത് കഴിക്കുന്നത് അവർ നോക്കിയിരുന്നു. ഏതുവരെ പഠിച്ചു? ഡിഗ്രി പാസ്സായി. കമ്പ്യൂട്ടർ അറിയുമോ? ഇവിടെ ഓഫീസിൽ ഒരു കൊച്ചിനെ വേണമെന്ന് ഡോക്ടർ പറയുന്നത് കേട്ടിരുന്നു. വലിയ ശമ്പളമൊന്നുമില്ല. ലക്ഷ്മി നിൽക്കുന്നോ? അവൾ ചവച്ചുകൊണ്ടിരുന്ന ദോശ ഇറക്കാൻ കഴിയാതെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ അവരെ നോക്കിക്കൊണ്ടിരുന്നു. അവരൊന്നും ചോദിച്ചില്ല. അല്ല, ചോദിക്കണ്ട. മനുഷ്യനെ മനസ്സിലാക്കുന്ന ചില നിമിഷങ്ങളുണ്ട്. ശരിക്കും മനുഷ്യനാകുന്ന നിമിഷങ്ങൾ. അപ്പോ അവന് സഹജീവികളുടെ ഉള്ളറിയാം, വേദന അറിയാം, എല്ലാം മനസ്സിലാകും. ഒന്നും ചോദിക്കാതെ തന്നെ ചേർത്ത് പിടിക്കും. കഴിക്ക്. ഞാൻ വാർഡിലൊന്ന് പോയി വരാം. ആശുപത്രിയിൽ തിരക്ക് അധികം ഉണ്ടാകാറില്ല.
ഉച്ചയ്ക്ക് 2 വരെയാണ് ഷിഫ്റ്റ്. അത് കഴിഞ്ഞുള്ള സമയം അവൾ പഠിക്കാൻ തുടങ്ങി. ഒരു ദിവസം ആ ചെറുപ്പക്കാരനും മാതാപിതാക്കളും അവളെ കാണാൻ വന്നു. അമേരിക്കയിൽ നിന്ന് ഒരവധിക്ക് വന്നതായിരുന്നു എന്നും ഉടനെ തിരിച്ചു പോകുമെന്നും പറഞ്ഞു. അയാളുടെ പേര് വിവേക്. അച്ഛൻ DGP അനിൽ മേനോൻ, അമ്മ ഡോക്ടർ സീത. അവർ അവളോട് ഒരുപാട് സംസാരിച്ചു, കുറെ നന്ദി വാക്കുകൾ. അവൾ നേർത്ത ചിരിയോടെ കേട്ടുനിന്നു. പിന്നെ ദിവസങ്ങൾ കഴിഞ്ഞൊരു ദിവസം ഭർത്താവ് ഫോണിൽ വിളിച്ച് ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. അവൾ സമ്മതിച്ചു. വെറുതെ അങ്ങനെ ഒപ്പിട്ട് കൊടുത്ത് ഫ്രീ ആക്കാനാണോ ഉദ്ദേശം? സിസ്റ്റർ അവളെ ചിരിയോടെ നോക്കി. പിന്നല്ലാതെ, രക്ഷപ്പെട്ടു എന്നാ വിചാരിക്കുന്നുള്ളൂ. 3 വർഷമായി ഞാൻ ഇപ്പോഴാ ശരിക്കും ഉറങ്ങുന്നത്, ഇപ്പോഴാ സമാധാനം എന്താണെന്ന് അറിയുന്നത്. മതി. അതല്ല, ഇങ്ങോട്ട് തന്നത് കുറച്ചെങ്കിലും കൊടുക്കണ്ടേ? അവൾ അമ്പരന്നു നോക്കി. ഞാനെങ്ങനെ? ഇത്രയും നാൾ അനുഭവിച്ചത് റിവൈൻഡ് ചെയ്ത് നോക്ക്. സിസ്റ്റർ പോയി. ദിവസങ്ങൾ അവൾ ഇതുതന്നെ ആലോചിച്ചുകൊണ്ടിരുന്നു. ഉള്ളിൽ അണഞ്ഞുവെന്ന് തോന്നിയ കനൽ വീണ്ടും ജ്വലിക്കാൻ തുടങ്ങി. അയാളുടെ വീട്. നീ സമ്മതിക്കില്ലെന്നാ ഞാൻ വിചാരിച്ചത്, അയാൾ പറഞ്ഞു. അവൾ ഒന്നും പറഞ്ഞില്ല. കാണിച്ചു കൊടുത്ത സ്ഥലത്തൊക്കെ ഒപ്പിട്ടു കൊടുത്തു. അവൾ ഇടവഴി തിരിഞ്ഞപ്പോൾ പോലീസ് ജീപ്പ് അയാളുടെ വീട്ടിലേക്ക് പോകുന്നത് കണ്ടു. ചുണ്ടിൽ നേർത്ത ചിരിയോടെ അവൾ നടന്നു. ജയിൽ. നിനക്കൊരു വിസിറ്റർ ഉണ്ട്. പോലീസ് വന്നപ്പോൾ അയാൾ എഴുന്നേറ്റു. വിസിറ്റിംഗ് റൂമിൽ അവൾ. നീ ആയിരുന്നു അല്ലേ ഇതൊക്കെ ചെയ്തത്? അയാൾ കത്തുന്ന കണ്ണുകളോടെ ചോദിച്ചു. അതെ, ഞാനാണ്. പെണ്ണിനെ നോവിക്കുന്നവന്മാരൊക്കെ ഓർത്തോണം, ഇതുപോലെ അനുഭവിക്കേണ്ടി വരുമെന്ന്. കെട്ടിയിട്ട് പട്ടിയെ തല്ലും പോലെ തല്ലി ചവിട്ടി കൊല്ലാക്കൊല ചെയ്യുമ്പോൾ നിന്നെപ്പോലുള്ള സകലവന്മാരും ഓർക്കണം ഇങ്ങനെ ഒരു ദിവസം. നീ എന്താ പറഞ്ഞത്? സ്ത്രീ പീഡനത്തിന് നിനക്ക് ജാമ്യം കിട്ടുമെന്ന് അല്ലേ? ജാമ്യത്തിലിറങ്ങി നീ വേറെ കല്യാണം കഴിക്കും, മടുക്കുമ്പോൾ അവളെയും ഉപേക്ഷിച്ച് മറ്റൊരുവളെ, അല്ലേടാ? നീ ഇപ്പോൾ ഡ്രഗ് കേസിൽ അകത്ത് കിടക്കുന്നത്, അതിന് ജാമ്യമില്ല. നീ ഇതിനുള്ളിൽ കിടക്കും ജീവിതം മുഴുവൻ. അവിടെ കിടക്ക്. ലക്ഷ്മി വേഗം പുറത്തേക്ക് നടന്നു. പുറത്ത് കാറിൽ വിവേക് ലക്ഷ്മിയെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. നന്ദിയുണ്ട്, അവൾ മെല്ലെ പറഞ്ഞു. ജീവൻ രക്ഷിച്ചതിനേക്കാൾ വലിയ ഉപകാരമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് വേണ്ടി എടുത്തത് വലിയ റിസ്ക് ആണ്. സോറി. വിവേക് ചിരിച്ചു. അവസാന തുള്ളി രക്തവും എനിക്ക് തരാൻ തയ്യാറായ ഒരാൾക്ക് വേണ്ടി ഇതിനപ്പുറം റിസ്ക് എടുക്കാനും ഞാൻ തയ്യാറാണ്. ഇനി തമ്മിൽ കാണണ്ട, അവൾ മെല്ലെ പറഞ്ഞു. ഇല്ല, ഞാൻ നാളെ US തിരിച്ചു പോകും. എന്താവശ്യത്തിനും ഒരു ഫോൺ കോൾ മതി, അല്ലെങ്കിൽ ഒരു മെസ്സേജ്. അതെന്തായാലും ഞാൻ ഉണ്ടാകും. അവൾ നിറ കണ്ണുകളോടെ തലയാട്ടി. കാർ സ്റ്റാർട്ടായി. ഒപ്പമുണ്ടാകുമെന്ന് പറയാനൊരാൾ, അത് ആരോ ആകട്ടെ. അതൊരു സന്തോഷമാണ്, വെറുതെ ഒരു സന്തോഷം.